നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിലിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ ഇത്തനോളി ട്രൈബൽ നഗറിലെ 11 കുടുംബങ്ങൾ. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗൺ അമ്പ് സംഘടിപ്പിച്ചു. പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ അമ്പ് നടത്തി. ചൊവ്വാഴ്ച KSRTC പണിമുടക്ക്. പ്രതിപക്ഷ യൂണിയനായ TDFന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. ഒരു വിഭാഗം ജീവനക്കാർ 24 മണിക്കൂർ പണിമുടക്കും. മറ്റത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളഗപ്പനഗർ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിലിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കല്ലൂർ സ്വദേശി തേറാട്ടിൽ 57 വയസ്സുള്ള ജോൺസനാണ് പരിക്കേറ്റത്. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ ഇന്ന് രാവിലെ 7-നായിരുന്നു സംഭവം. ബന്ധുവീടിന് മുന്നിലെത്തിയ ജോൺസൺ റോഡരികിൽ ബൈക്ക് നിർത്തി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ജോൺസനെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ ഇത്തനോളി ട്രൈബൽ നഗറിലെ 11 കുടുംബങ്ങൾ. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഭയന്ന് ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത്. 1998 വെള്ളിക്കുളങ്ങര മോനോഡി കനാൽ പരിസരത്ത് കഴിഞ്ഞിരുന്ന 11 കുടുംബങ്ങളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തനോളി ട്രൈബൽ നഗറിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. വനമേഖലയോട് ചേർന്ന് കോസ്റ്റ് ഫോർഡിന്റെ മേൽനോട്ടത്തിൽ പണിതീർത്ത വീടുകൾ ഇന്ന് ശോചനീയാവസ്ഥയിലാണ്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് മുകളിൽ വലിയ ടാർപോളിൻ ഷീറ്റുകൾ വിരിച്ചാണ് ഇവർ മഴക്കാലത്തെ പ്രതിരോധിക്കുന്നത്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നെട്ടോട്ടത്തിനിടയിൽ കാടിറങ്ങുന്ന കാട്ടാനകളാണ് ഇവരുടെ നെഞ്ചിടിപ്പുയർത്തുന്നത്. ആനപ്പന്ത വനമേഖലയിൽ നിന്ന് കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ ഇവരുടെ ഉറക്കം കെടുത്തുകയാണ്. പലതവണ ആനകൾ ഇവരുടെ വീടുകൾക്ക് സമീപത്തെത്തിയതായി ഇവർ പറയുന്നു. സന്ധ്യയായാൽ വന്യമൃഗങ്ങളെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസിയായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സാറേ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് 20 വർഷത്തോളായി. വീടാകെ ചോർന്നു വെച്ചിട്ട് യാതൊരു നിവൃത്തിയില്ല. പഞ്ചായത്തിൽ എന്ന് പറയാം. അങ്ങനെ പഞ്ചായത്തിൽ പറയുമ്പോൾ അവിടെ ഒരു രേഖയിലും ഒന്നുമില്ല. ഇത് ഉള്ളത് ഞങ്ങളുടെ പേരിൽ സ്വന്തമായിട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വല്ല ലോൺ എങ്ങനെ എടുത്തായാലും വീട് ഞങ്ങൾക്ക് പണിത് തീർക്കാം. അതിന് വരെ തരാനായിട്ട് വല്ല പ്രമാണം ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലാവരും കൈമലത്തുക. പിന്നെ ഇവിടെ ആനയും കൊണ്ട് ഞങ്ങൾക്ക് കിടന്നു ഓർക്കാൻ ഒരു തൊഴിലുമില്ല, വെട്ടമില്ല, വെളിച്ചമില്ല. ഇന്നുള്ള നടപടിക്കായിട്ടുള്ള സാർമാരൊന്നും ഈ കോളനിക്ക് വന്നില്ല. ഈ കോളനി ഇന്ന് വരെ അറിയപ്പെടാനല്ലേ. അതിനൊരു വഴി നിങ്ങളായിട്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരം. പലതവണ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും വഴിവിളക്കുകൾ തെളിയിക്കാൻ ഇതുവരെ നടപടിയായില്ല. പല ദിവസങ്ങളിലും രാത്രിയായാൽ തീക്കൂട്ടിയും പടക്കം പൊട്ടിച്ചും വീടുകൾക്ക് കാവലിരിക്കേണ്ട സ്ഥിതിയാണ് ഇവർക്ക്. ഞങ്ങൾക്ക് ഇവിടെ വഴിവട്ടവുമില്ല. ആന ഇറങ്ങിയിട്ട് ഭയങ്കര ശല്യമാണ്. പിന്നെ പട്ടയത്തിന്റെ കാര്യം ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണല്ലോ, അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. നാളെ ഇപ്പൊ കലക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്നുള്ള വരവും പെട്ടെന്നുള്ള പോക്കായിരുന്നു. ഒരു മനുഷ്യനും ഇവിടെ കണ്ടിട്ടില്ല, കേട്ടില്ല. ഞങ്ങൾ 2 കള്ളിയിൽ ചെന്ന് ഞങ്ങള് മീറ്റിംഗ് കൂടി ജഡ്ജിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ ചാനലുകൂടായിട്ട് എല്ലാവരും അറിഞ്ഞ് ഞങ്ങൾക്ക് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തി തരണം. വഴിവട്ടം പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് സമരം ചെയ്തിരിക്കും. വീടുകളോട് ചേർന്ന് സ്ഥാപിച്ച ഫെൻസിംഗ് പലയിടത്തും ആനകൾ നശിപ്പിച്ച നിലയിലാണ്. 1998 മുതൽ ഇവിടെ താമസമാക്കിയെങ്കിലും ഇതുവരെ പട്ടയം അടക്കമുള്ള രേഖകൾ ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭ്യമായിട്ടില്ല. ഞങ്ങൾ 26 കൊല്ലം ഞങ്ങൾ താമസമായിട്ട്. ഇത് ഞങ്ങൾ വന്ന് താമസിക്കുന്ന സമയത്ത് വെട്ടമില്ല, വെളിച്ചിലൊന്നുമില്ല, ഭയങ്കര കാടാ. ഇപ്പോ ഞങ്ങൾ വന്നിട്ട് 26 കൊല്ലം ഞങ്ങൾക്കൊരു വെട്ടോ വെളിച്ചം ഞങ്ങൾക്കില്ല. എല്ലാവരും ആന ഒന്ന് ഓടിപ്പോവാ. എനിക്ക് ഓടാൻ പറ്റും. ഞാൻ അതിനുള്ളിൽ കിടന്ന് ചവാനേ പറ്റുള്ളൂ.
പെരണി വെച്ചാൽ അടുക്കള ആകെ ചോരാണ്. പിന്നെ മഴ പെയ്യപ്പോൾ ചുമരുമ്പോടെ വെള്ളം ഇരിക്കും. എനിക്ക് സുഖമില്ലാത്ത ആടാ. എനിക്ക് നോക്കാൻ ഒരു മോൻ ഉണ്ടായുള്ളൂ. ആ മോൻ മറ്റിട്ട് 16 കൊല്ലായി. ഈ പെൻഷൻ കാശുണ്ട്. അത് പെൻഷൻ കാശ് എനിക്ക് ശരിക്കും കിട്ടില്ല. 300 വെച്ച് അവർ 5 മാസം പിടിച്ചാണ് എൻ്റെ ഇന്ന് വരാം. അങ്ങനെ ജീവിക്കുന്ന ഒരാളാ ഞാൻ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇവിടെ എത്തുന്ന ജനപ്രതിനിധികൾ അടക്കമുള്ളവർ വലിയ വാഗ്ദാനങ്ങൾ നൽകുമെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാറില്ലെന്ന് ഇവർ പറയുന്നു. വഴിവിളക്കുകളെങ്കിലും ശരിയായ വിധം തെളിയിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ അടിയന്തരമായി ആവശ്യപ്പെടുന്നത്. പിന്നെ ആന വരവുണ്ട്. ലൈറ്റ് അവിടെ ഇട്ട് തരാൻ വേണ്ടി അവരാരും ഇട്ട് തന്നിട്ടില്ല ഇതുവരെ. ലൈറ്റ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇട്ട് തരണം. ഞങ്ങൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ അത് ചെയ്തു തരണം എന്ന് പറയണേ നിങ്ങളുടെ അടുത്ത്. പലയിടത്തും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്ന സംഭവങ്ങൾ ദിനംപ്രതി ആവർത്തിക്കുമ്പോൾ വീടുകൾക്ക് സമീപത്തേക്ക് ഇവ എത്താതിരിക്കാൻ ഫെൻസിംഗ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ട്രൈബൽ നഗറിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഇവർ അധികൃതരോട് ആവശ്യപ്പെടുന്നത്. 98 മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്തനോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് 98 ട്രൈബൽ കോളനിയിൽ 11 പേർക്ക് കിട്ടിയ ഭൂമിയാണത്. അതിൽ 5 പേര് മലർ വിഭാഗത്തിൽപ്പെട്ടതും ബാക്കി 6 പേര് ഉള്ളാട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ട് ഇവർക്ക് ഇതിൻ്റെതായ യാതൊരു രേഖകളോ ഒന്നും തന്നെ ഇവർക്ക് കൈവശം നൽകിയിട്ടില്ല. ഇപ്പോൾ ഈ വീടുകളൊക്കെ ഇടിഞ്ഞ് ഓരോ സൈഡ് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. 25,000 രൂപയ്ക്കാണ് അന്ന് ട്രൈബലിൻ്റെ ഇതിൽ ഓരോ വീട് പണിത് കൊടുത്തത് 28 വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കാട്ടാനയുടെ എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ശല്യമാണ്. രാത്രി കാലങ്ങൾ 15 എണ്ണം 20 എണ്ണം 7 എണ്ണം 8 എണ്ണം ഈ രീതിയിലാണ് ഡെയിലി ആനകൾ വരുന്നത്. അപ്പം ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എന്തെങ്കിലും ഒരു രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെന്റിൽ നിന്ന് ഒരു വീട് പണിയുന്നതിലോ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണമെങ്കിലോ ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. അതിന് വേണ്ട നടപടികൾ വേണ്ടപ്പെട്ട അധികാരികൾ പഞ്ചായത്തും മുന്നോട്ട് ചെയ്യുക. ഈ കാട്ടാന ശല്യത്തിലേക്ക് ഒരു വഴിവിളക്കെങ്കിലും എത്രയും പെട്ടെന്ന് സ്ഥാപിച്ചു കൊടുക്കാനാണ് എനിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പം എനിക്ക് പറയാനുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വലയുകയാണ് ഇത്തനോളി ട്രൈബൽ നഗറിലെ 11 കുടുംബങ്ങൾ. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിനിടയിൽ കാടിറങ്ങുന്ന കാട്ടാനകളെ കൂടി ഭയന്ന് ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയിലാണിവർ. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ജനപ്രതിനിധികളുടെ കനിവിനായി കാത്തിരിക്കുകയാണിവർ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗൺ അമ്പ് സംഘടിപ്പിച്ചു. അമ്പിന് മുന്നോടിയായി പുതുക്കാട് വ്യാപാര ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച് നഗരവീഥികൾ ചുറ്റി വ്യാപാരി ടൗൺ അമ്പിന്റെ വിളംബരം നടത്തി. വൈകിട്ട് അമ്പ് പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ദീപാലംകൃതമായ തേരും LED കുടകളും മുത്തുകുടകളുമായി മാറ്റുകൂട്ടി. ചാലക്കുടി കൈരളിയും പാല ന്യൂ വോയിസ് ബാൻഡ് സെറ്റുകൾ അണിനിരന്നു. വികാരി ഫാദർ പോൾ തേക്കാനത്ത്, സഹവികാരിമാരായ ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത്, ഫാദർ ബിജോയ് പൊൻപറമ്പിൽ, ഫാദർ ജോജോ എടുത്തിരുത്തി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി, ജനറൽ സെക്രട്ടറി ജേക്കബ് ആന്റണി, ട്രഷറർ KT സണ്ണി എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ അമ്പ് നടത്തി. പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കൊടകര പാടം, വാളിപ്പാടം, വടാന്തോൾ പ്രദേശങ്ങൾ ചുറ്റി വിളംബരം നടത്തി. വൈകിട്ട് പള്ളി അങ്കണത്തിൽ ബാൻഡ് വാദ്യം അരങ്ങേറി. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച KSRTC പണിമുടക്ക്. തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ചൊവ്വാഴ്ച രാത്രി 12 വരെ പണിമുടക്കുമെന്ന് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ അറിയിച്ചു.
KSRTC CMD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. DA കുടിശ്ശിക അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം നിർത്തുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 8.5 വർഷത്തിനിടെ ഒരിക്കൽ പോലും കൃത്യസമയത്ത് ശമ്പളവും പെൻഷനും നൽകിയിട്ടില്ല. 31% DA കുടിശ്ശിക. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിനും ഇത്രയും കുടിശ്ശികയില്ലെന്നവർ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ് പണിമുടക്ക് പ്രഖ്യാപിക്കുന്നതെന്ന് TDF അറിയിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, കൃഷി ഓഫീസർ VU ദിവ്യ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ, പഞ്ചായത്ത് അംഗങ്ങളായ KR ഔസേബ്, NP അഭിലാഷ്, ശിവരാമൻ പോതിയിൽ, കൃഷി സമൃദ്ധി ഗുണഭോക്താവ് സെബാസ്റ്റ്യൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ M രാജിത, കൃഷി ഉദ്യോഗസ്ഥരായുള്ള MK ജിഷ, EV വിപിൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിൽ 11 ഗ്രാമപഞ്ചായത്തുകളെയാണ് കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കർഷകരുടെ കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കൃഷി സമൃദ്ധി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിലെ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളഗപ്പനഗർ യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. സഹായം അരികെ പദ്ധതിയുടെ കാർഡ് വിതരണം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MK ശാന്തകുമാരി അധ്യക്ഷയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, P തങ്കം, ജോസി ജോണി, KJ വർക്കി, PM ഹനീഫ, T ബാലകൃഷ്ണ മേനോൻ, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K സുകുമാരൻ, M പ്രേമവല്ലി, KR നളിനി, ബേബി തോമസ്, ഫ്രാങ്കോ G മഞ്ഞളി, EV ലോനപ്പൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി P ശിവദാസ്, പ്രസിഡന്റ് KJ വർക്കി, സെക്രട്ടറി PM ഹനീഫ, ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. അത് സംബന്ധിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിക്കാനുള്ള ഒരു അവസരം. ടീച്ചർ പറഞ്ഞ മാതിരി നിങ്ങളുടെ കലാപരമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു അവസരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളഗപ്പനഗർ യൂണിറ്റിന്റെ 33ാം വാർഷിക പൊതുയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് എന്റെ കർത്തവ്യം. നമുക്ക് എന്തൊക്കെയോ കിട്ടാറുണ്ട്. DA 19% കുടിശ്ശികയുണ്ട്, പിന്നെ ശമ്പള പരിഷ്കരണമായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി സമരം ചെയ്യാം, അത് പരമാവധി അതൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു കുടുംബം, അതാണ് നമ്മുടെ ആപ്തവാക്യത്തെ. അത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് നമ്മുടെ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാവരും മുഖത്ത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ സ്കൂളൊക്കെ അടച്ചിട്ട് തുറന്നിട്ട് കുട്ടികൾ വരുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ വരുമ്പോൾ. സത്യം പറഞ്ഞാൽ പ്രായമാകുമ്പോൾ കുട്ടികളെ പോലെ ആവും എന്ന് പറഞ്ഞു. കാരണം സർവീസ് പെൻഷൻകാര് പ്രത്യക്ഷമായിട്ടും ക്ഷേമ പെൻഷൻകാര് പരോക്ഷമായിട്ടും എതിർത്തുകൊണ്ടിരിക്കുന്ന സമൂഹമാണെന്ന് പൊതുസമൂഹം രാജ്യത്ത്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം അംഗങ്ങളായ MT മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, KK രാമചന്ദ്രൻ MLA, വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ എന്നിവർ സന്നിഹിതരായി. ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളായ PB രഘുനാഥ്, OK ശിവരാജൻ, ശിവശങ്കരൻ കടവിൽ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവീകരണ കലശം ബുധനാഴ്ച സമാപിക്കും. പറപ്പൂക്കര PVSH സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ 2024-25 ബാച്ചിലെ കുട്ടികൾക്കുള്ള ക്യാപ്പിംഗ് സെറമണി നടത്തി. സ്കൂൾ മാനേജർ TS മുരളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CK ബിനേഷ് അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക ഉദയ, JRC കൌൺസിലർമാരായ ഡെമ്മി, KD ബിജു എന്നിവർ പ്രസംഗിച്ചു. എറണാകുളം ആസ്ഥാനമായുള്ള കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റ് നൽകുന്ന ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയ്ക്ക് സമ്മാനിച്ചു.
25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മന്ത്രി ആർ ബിന്ദു സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റ് സെക്രട്ടറി സേവർ പാലാട്ടി, ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, മുൻ ശബരിമല മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കല്ലേറ്റുങ്കര ജുമാ മസ്ജിദ് ഇമാം കുഞ്ഞു മുഹമ്മദ് മ്ലാഹിരി, മഞ്ഞപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി വേണു, ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, CPM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, MB ലത്തീഫ്, യൂത്ത് ഗൈഡൻസ് പ്രഥമ അവാർഡ് ജേതാവായ TP വേണു, കൊടകര SNDP യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ, സംഘാടക സമിതി കൺവീനർ KB സുനിൽ എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ നെല്ലൂർ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് പങ്കജാക്ഷൻ അധ്യക്ഷനായി. പ്രഭുദാസ്, മേഖലാ പ്രതിനിധി നന്ദൻ പറമ്പത്ത്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്ദീപ് കടയത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ PG മനോജ് പ്രസിഡന്റ്, സുനിൽദാസ് തെക്കൂട്ട് വൈസ് പ്രസിഡന്റ്, ഗംഗാധരൻ നമ്പടിയാട്ടിൽ സെക്രട്ടറി, മുരളീധരൻ തളിയക്കാട്ടിൽ ജോയിന്റ് സെക്രട്ടറി, രാമൻകുട്ടി കരിപ്പേരിയിൽ ട്രഷറർ എന്നിവരെയും യൂണിയൻ പ്രതിനിധികളായി പ്രഭുദാസ്, അർജുൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. മട്ടത്തൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായി മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, വൈസ് പ്രസിഡന്റ് ഷാന്റോ കൈതാരത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ VS നിജിൽ, KR ഔസഫ് എന്നിവരും വെളിയത്ത് സെബാസ്റ്റ്യനും സന്നിഹിതരായി. കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന കേരള വിമൻസ് ലീഗിൽ പ്രഥമ എൻട്രിയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അളഗപ്പ FC ടീമിനെ പ്രചോദി നികേതൻ കോളേജ് ചൊവ്വാഴ്ച ആദരിക്കുന്നു. ഉച്ചതിരിഞ്ഞ് 2:30 പ്രചോദി കോളേജ് അസിസി ഹാളിലാണ് പരിപാടി. പ്രചോദി നികേതൻ കോളേജിലെ താരങ്ങൾ ഉൾപ്പെടുന്നതാണ് അളഗപ്പ FC. കേരള ഗ്രാമീൺ ബാങ്കിന്റെ തൃശൂർ റീജിയണൽ ഓഫീസ് വിയൂരിൽ ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. വിയൂർ പവർ ഹൌസ് ജംഗ്ഷനിലെ കിഷാറു സ്ക്വയറിലെ 2ാം നിലയിലാണ് ഓഫീസ് ആരംഭിക്കുന്നത്. ഇനി ഇൻഫോ ടോക്ക്. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ഹൃദയാരോഗ്യത്തെ മോശകരമായി ബാധിക്കുന്നത്. ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്കിനെ തടയാൻ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രധാനമാണ്. ഹാർട്ട് അറ്റാക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിലരിൽ ഹാർട്ട് അറ്റാക്കിന്റെ സൂചനയായി നെഞ്ചരിച്ചിലും ദഹനക്കേടിനോട് സാമ്യമുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം. നിർത്താതെയുള്ള ഏമ്പക്കവും ചിലപ്പോൾ ഒരു സൂചനയാകാം. ഹൃദയാഘാതം അനുഭവപ്പെടുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് ഓക്കാനവും ഛർദിയും ഉണ്ടാകാം. അമിത വിയർപ്പാണ് മറ്റൊരു ലക്ഷണം. ചിലരിൽ ഹൃദയാഘാതം ഉണ്ടാകുന്ന സമയത്ത് അമിതമായി വിയർക്കാൻ സാധ്യതയുണ്ട്. നെഞ്ചുവേദനയാണ് ഹൃദയാഘാതത്തിന്റെ ഏറ്റവും സാധാരണവും തിരിച്ചറിയാവുന്നതുമായ ലക്ഷണം. അതുപോലെ ഇടതു തോളിലും ഇടത് കൈകളിലും താടിയെല്ലുകളിലും ഈ വേദന അനുഭവപ്പെടാം. ചിലരിൽ ഹൃദയാഘാതം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് BP കുറയാം. ഇതുമൂലം തലകറക്കവും സംഭവിക്കാം. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഹൃദയാഘാതത്തെ സൂചിപ്പിക്കാം. നെഞ്ചുവേദനയോടെ തുടങ്ങി ശ്വാസം കിട്ടാതെ വരുന്നത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണ്. അമിത ക്ഷീണമോ തളർച്ചയോ അനുഭവപ്പെടുന്നതും ഹൃദയാഘാതത്തിന്റെ സൂചനയാകാം. ഉത്കണ്ഠ, ഭയം, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെയുള്ള തോന്നൽ തുടങ്ങിയ വൈകാരിക ലക്ഷണങ്ങളും ചിലപ്പോൾ ഹൃദയാഘാതത്തിന് മുമ്പുണ്ടാവാം. ഹൃദയാഘാതം സംഭവിക്കുന്നതിന് മുമ്പ് നടക്കാനോ പടികൾ കയറാനോ പറ്റാതെയാകാം. കൂടാതെ കാലുകളും ശരീരവും തണുക്കുന്ന പോലെ തോന്നാം. ഇതും ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണ്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ സാംസ്കാരികോത്സവം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിച്ച ശ്രീകോവിൽ സമർപ്പണത്തോടും നവീകരണ കലശത്തോടും അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് അർഹനായ CBI തിരുവനന്തപുരം ഓഫീസിലെ IB ശ്രീനിവാസനെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പഞ്ചായത്ത് അംഗം രാധിക സുരേഷ്, OK ശിവരാജൻ, ശിവശങ്കരൻ കടവിൽ, A ഉണ്ണികൃഷ്ണൻ, KN നാരായണൻ, K രാമൻ, KN ജയപ്രകാശ്, KP ഗിരീഷ്, നന്ദകുമാർ കരുമാലി എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലായി ശ്രീകോവിലിൻ്റെ സമർപ്പണവും നവീകരണ കലശവും നടക്കുന്ന ഈ നേരത്ത് സ്വാഭാവികമായിട്ടും സാധാരണ ചടങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം
വ്യത്യസ്തങ്ങളായിട്ടുള്ള സാംസ്കാരിക സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെയായി ഈ ക്ഷേത്രാങ്കണത്തിൽ നിരവധികളായിട്ടുള്ള സാംസ്കാരിക പ്രതിനിധികളും പ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ എത്തിച്ചേരുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് നമുക്കിടയിലൂടെ കടന്നു പോകുന്നത്. അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ച ഒരു ശ്രദ്ധേയമായ കാര്യം, ഇവിടെ എത്തിച്ചേർന്ന നേരത്തു തന്നെ ക്ഷേത്രോപദേശ സമിതിയുടെ അംഗങ്ങളും പ്രിൻസേട്ടനും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പൂർണ്ണമായും കൃഷ്ണശിലയിൽ പൂർത്തീകരിച്ച ഒരമ്പലമാണ് നമ്മുടെ ഈ കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം എന്നുള്ളതും, നേരത്തെ പറഞ്ഞതുപോലെ പരമേശ്വരനും ശ്രീ പാർവതിയും ഭദ്രകാളിയും ഒരുമിച്ച് പീഠമലങ്കരിക്കുന്ന പലവിധത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുടെ വേദിയായിട്ടുള്ള മഹനീയമായിട്ടുള്ളൊരു ദേവ സാന്നിധ്യം നമ്മുടെ ഈ മഹനീയമായ ക്ഷേത്രാങ്കണത്തിലുണ്ട് എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയിറമ്പിലെ പുല്ലുകൾ പൂവുകൾ, പുഴയിൽ 1000 നക്ഷത്ര മീനുകൾ, മൃദുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളപ്പൂമ്പാറ്റകൾ. ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴു ഒരാൾ സ്നേഹ യാത്ര തിരിക്കുന്നു. ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴു ഒരാൾ സ്നേഹ യാത്ര തിരിക്കുന്നു. ഇനി നമുക്കെന്തു വേണം ഈ ഭൂമിയിൽ, നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ എന്ന് ആലങ്കോട് എഴുതിയതുപോലെ ജീവന്റെ ബന്ധുക്കളാൽ നിറഞ്ഞ പ്രകൃതിയെയും അതിൻ്റെ ചരാചരങ്ങളെയും എല്ലാം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പുതുതലമുറ നമ്മുടെ ലക്ഷ്യബോധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്ര വെളിച്ചമാകണം. ശ്രീകോവിൽ സമർപ്പണത്തിൻ്റെയും നവീകരണ കലശത്തിൻ്റെയും ഈ ദിനങ്ങൾ ആനന്ദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെയും ദിനങ്ങളായി പരിവർത്തിക്കട്ടെ എന്ന ആശയോടെ എല്ലാവർക്കും സംസ്ഥാന സർക്കാരിൻ്റെ സ്നേഹാഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ, ആ ക്ഷേത്രങ്ങളിൽ ഒരു നവചൈതന്യമായി പൂർണ്ണമായും കൃഷ്ണശില കൊണ്ട് പണിതീർത്ത ഒരു ശ്രീകോവിലിൻ്റെ സമർപ്പണം, അത് വിശ്വാസം മാത്രമല്ല, നിങ്ങളുടെ ഒരു അഭിമാനം കൂടിയായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മന്ത്രി അടക്കമുള്ള നിരവധി ആളുകൾ വന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല മനുഷ്യനാവുന്നതിനെ സംബന്ധിച്ചാണ് ലോകത്ത് ഇതുവരെ രൂപം കൊണ്ട എല്ലാ ദർശനങ്ങളും നമ്മോട് പറഞ്ഞത്. ലോകത്ത് ഇതുവരെ പിറവി കൊണ്ട എല്ലാ ആചാര്യന്മാരും മനുഷ്യൻ ഏറ്റവും നല്ലവനായിത്തീരുക, ഏറ്റവും നല്ല മനുഷ്യനാവുക, ഏറ്റവും നല്ല സാംസ്കാരികമായ തലമുള്ളവരാവുക എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ വരന്തരപ്പള്ളി പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന കൃഷ്ണശിലയിൽ ആദ്യമായി നിർമ്മിച്ച ഒരു ക്ഷേത്രം എന്ന നിലയിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിന് പഞ്ചായത്ത് പരിധിയിൽ ഒരു പൊൻതൂവൽ കൂടി നേടിയിരിക്കുകയാണ്. ഞാനൊരു അതിഥിയല്ല, ആതിഥേയയാണ്. നിങ്ങളിലുള്ള ഒരു അംഗം മാത്രമാണ്. എനിക്കിവിടെ ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഇവിടുത്തെ ക്ഷേത്ര സമിതിയോട് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടുത്തെ മാതൃസമിതിയിലെ ഒരു അംഗമാണ് ഞാൻ. ഒരു ക്ഷേത്രം എന്താണ്, ഒരു വീട് എന്താണ്, അതെങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ വില എന്താണ്, ഇതെല്ലാം നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാനും അതൊരു നല്ല മാർഗമാക്കി കാട്ടാനും നമുക്കെല്ലാം സാധിക്കട്ടെ എന്നും നമ്മളുടെ അമ്മയുടെ ഈ തിരുസന്നിധിയും ഈ പേരും ക്ഷേത്രത്തിന്റെ ഉയർച്ചയും നാടുനീളയിൽ ലോകം നീളയിൽ ഉയരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും നന്ദി, നമസ്കാരം. നമ്മളെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകൾ ഉദ്ഘാടനം ചെയ്ത ഇന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള VS പ്രിൻസ്, നമ്മളെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്, നമ്മളെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ടൂർ പാക്കേജ് പ്രകാരം യൂറോപ്പിലേക്ക് വിനോദയാത്ര പോകാമെന്ന പരസ്യം നൽകി ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ തിരുവനന്തപുരം ശാസ്തമംഗലം സ്വദേശി ചാർലി വർഗീസിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാധ്യമങ്ങളിൽ ടൂർ പാക്കേജിന്റെ പരസ്യം കണ്ട് ബന്ധപ്പെട്ട കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശികളാണ് തട്ടിപ്പിനിരയായത്. ചാർലി ആവശ്യപ്പെട്ട പ്രകാരം ഇവർ വിനോദയാത്രയ്ക്കായി 9 ലക്ഷം രൂപയോളം നൽകി. പിന്നീട് ഇവരെ കബളിപ്പിച്ച് തന്ത്രപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു ഇയാൾ. തങ്ങൾ തട്ടിപ്പിനിരയായികളായി സംശയം തോന്നിയ ഇവർ വിനോദയാത്രാ സ്ഥാപനം അന്വേഷിച്ചു ചെന്നപ്പോൾ സ്ഥാപനം അടച്ചുപൂട്ടിയതായി കണ്ടെത്തി. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. തട്ടിപ്പിനു ശേഷം പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച ചാർലിനെ അന്വേഷണത്തിൽ തൃശൂർ റൂറൽ പോലീസ് മേധാവി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റിലാകുന്നത്. സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം സജിൽ, ASI ഷഫീർ ബാബു, പോലീസ് ഉദ്യോഗസ്ഥനായ ജോസഫ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ മേട്രൺ തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. BCom, അക്കൌണ്ട് സ്റ്റോർ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 10-നുള്ളിൽ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,705 രൂപ, പവന് 61,640 രൂപ. വേലുപ്പാടം തയ്യിൽ ജോസ് അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. എൽസിയാണ് ഭാര്യ. റോബിൻ മകനും ശില്പ മരുമകളുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ കാളൻ പരേതനായ ജോസഫ് ഭാര്യ മേരി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആലീസ്, വിൽസൺ, ജോസ്, ജെയ്സൺ എന്നിവർ മക്കളും ജോർജ്, മേരി, ഗേളി, നിജി എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരന്റെ സഹോദരൻ വിയൂർ പാണ്ടിക്കാവ് നൊച്ചിയിൽ ദിവാകരൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 8:30 പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ബിജിയാണ് ഭാര്യ. ദീപക്, വിഷ്ണു, ഹരികൃഷ്ണ എന്നിവർ മക്കളും വാണി, നൈനിക എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലൂരിൽ നിയന്ത്രണം വിട്ട വാൻ ബൈക്കിലിടിച്ച് അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ ഇത്തനോളി ട്രൈബൽ നഗറിലെ 11 കുടുംബങ്ങൾ. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗൺ അമ്പ് സംഘടിപ്പിച്ചു. പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ അമ്പ് നടത്തി. ചൊവ്വാഴ്ച KSRTC പണിമുടക്ക്. പ്രതിപക്ഷ യൂണിയനായ TDFന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. ഒരു വിഭാഗം ജീവനക്കാർ 24 മണിക്കൂർ പണിമുടക്കും. മറ്റത്തൂർ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയോടനുബന്ധിച്ച് ഫലവൃക്ഷ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളഗപ്പനഗർ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.